ഈ മൂന്നുമായിട്ട് നമ്മൾ മെയിനായിട്ട് ചൂണ്ടയിടാൻ പോകുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന തീറ്റ. അറിയാം കുറച്ച് മീനുകളുണ്ട് കേട്ടോ. കുറച്ച് 2 ദിവസമായിട്ട് അലിഗേറ്റർകാരന് ഫുഡ് തീർന്നു പോയിട്ട് നമ്മൾ സാധാരണ കൊഴുവയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മളൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുഴയിൽ നിന്ന് മീനെ പിടിച്ചിട്ട് നമ്മുടെ അലിഗേറ്റർകാരന് ഫീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫിഷ് ട്രാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഫിഷ് ട്രാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് കാണാം. അതും വെച്ച് മീൻ പിടിക്കാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ജാറാട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു അടപ്പുമുണ്ട്, ജാറും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താട്ടോ. ഇങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കൂടെ മീൻ അങ്ങോട്ട് കയറി പോകും. പക്ഷേ ഇവിടെ ഇങ്ങനെ കൂർത്ത ഭാഗം ഇങ്ങനെ ആക്കി വെച്ച കാരണം തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മിക്കവരും ഇത് ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും. ഇത് വെച്ച് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു ജാറും ഇതുപോലെ ഒരു കുപ്പി കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഏറെക്കുറെ ഒരു സീറോ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം. നമുക്ക് അടിപൊളി ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ അടപ്പിൻ്റെ ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ട് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ കയറി ഇരുന്നോളും. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം വേണമെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ വരും. ഇത്രയും ഭാഗം വെച്ചാവും കാണാമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് ഈ പുറകു ഭാഗം ആട്ടോ കട്ട് ചെയ്തത്, അതിൻ്റെ ബാക്ക് സൈഡാണ് കട്ട് ചെയ്തത്. അതെ, ഈ അടപ്പ് ഭാഗമല്ല, അടപ്പ് ഭാഗത്തേക്കൂടെ നമുക്ക് തുറന്ന് മീനെടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങിയിരുന്നോളൂ കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ഇറങ്ങിയിരുന്നോളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇവിടെ ടൈറ്റാക്കി ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഓട്ടയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം തീർന്നു കേട്ടോ, എളുപ്പത്തിൽ. പിന്നെ അടിയിൽ വേണമെങ്കിൽ ഒരു കല്ല്, ഒരു സപ്പോർട്ടിന് വേണ്ടി ഇട്ട് കൊടുക്കാം, കാരണം മുങ്ങി പോകാൻ വേണ്ടിയിട്ടോ. അല്ലെങ്കിൽ അകത്ത് 2-3 കല്ലിട്ടാലും മതി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫിഷ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് കാണാം. ഇവിടെ അങ്ങനെ നമ്മുടെ മൊത്തം പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പുറകിൽ ഇത് നമ്മുടെ കേബിൾ ടൈ വെച്ച് കെട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം പോകാൻ വേണ്ടി, ഇത് മുങ്ങി കിടക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ അടപ്പിട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം ടോട്ടൽ മേക്ക് ഓവർ വരുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ അലിഗേറ്റർകാരനും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് നമ്മുടെ വാഹയ്ക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ ലൈഫ് ഫീഡ് പിടിക്കാനാണ്. ചെറിയ പരലുകളെ പിടിക്കാനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അല്ല, അതിനത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മളിത് കാണിച്ച് തന്നെ തരാം. നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ ടാങ്കിൽ കിടക്കുന്നുണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ചെമ്മീൻ്റെ പാർട്സ് ആട്ടോ, അത് തുപ്പിക്കളഞ്ഞു. അപ്പോൾ വിഷം അടിച്ച മീനുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം നിങ്ങൾ ഇതുപോലത്തെ മീനുകൾ വളർത്തുവാണെങ്കിൽ അങ്ങനത്തെ പുറത്തുനിന്ന് മേടിക്കുന്ന, കടയിൽ നിന്ന് മേടിക്കുന്ന തീറ്റകൾ കൊടുക്കാതിരിക്കുക. നമ്മുടെ നേരത്തേലുണ്ടായിരുന്ന നമ്മുടെ അലിഗേറ്റർകാർ അതുപോലെ ചത്തുപോയതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കൊണ്ടുപോയി നമ്മുടെ പുഴയിൽ ഇടാം. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ തീറ്റ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡും മൈദയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ബ്രെഡും മൈദയും നമ്മൾ ഇട്ടു. ഇനി നമുക്ക് ഇടാനുള്ള മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ നമ്മളിത് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മൂന്നുമായിട്ട് നമ്മൾ മെയിനായിട്ട് ചൂണ്ടയിടാൻ പോകുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന തീറ്റ. അപ്പോൾ മഞ്ഞപ്പൊടി എന്തിനാന്ന് വെച്ചാൽ കളറിനും അതുപോലെ തന്നെ മണത്തിനും വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മിക്സ് നമ്മൾ കുഴച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ചപ്പാത്തി പരുവത്തിന് നമ്മൾ കുഴയ്ക്കണം. അപ്പോൾ ശരിക്കും അങ്ങ് കുഴച്ച് സെറ്റാക്കി എടുക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ട്രാപ്പിലിട്ട് നമ്മൾ മീനെ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പുഴയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത്. അവിടെ നമ്മുടെ അടുത്ത് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി നാളെ വന്ന് നോക്കാം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ വന്ന് നോക്കാം. ഇപ്പോൾ രാവിലെ ഏറെക്കുറെ സമയം 7 മണി കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ കൂടെടുക്കാൻ വന്നിരിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ ഇട്ടതാണ് കൂടെ. നമ്മൾ ഈ അടുത്താണ് നമ്മൾ ഇട്ടപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അത് കാരണം ഭയങ്കര വെള്ളം കൂടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമ്മുടെ കൂടൊന്ന് നമുക്ക് വലിച്ചു നോക്കിയിട്ട് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ അങ്ങനെ വലിച്ച് കരയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് മീനുകളുണ്ട് കേട്ടോ. കുറച്ച് മീനുകളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മീനുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഇതൊന്ന് കൂട് തുറന്ന് നോക്കാം.
ഫ്രണ്ട്സ് നമുക്കിത് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 2 പള്ളത്തിയും പിന്നെ ഒരു നമ്മുടെ ആറ്റിയമ്പലിയുടെ കുഞ്ഞും ഒരു ചെറിയ കരിമീനും കേട്ടോ. അപ്പോൾ നമുക്കിത് നേരെ ഇവന്മാരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇവന്മാരെ ഒരു ടാങ്കിലേക്ക് മാറ്റാം. ഇത് നമുക്ക് അലിഗേറ്റർകാരന് ഫീഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഈ കരിമീൻ നമുക്ക് നമ്മുടെ കുളത്തിലേക്ക് വിടാം കേട്ടോ. അപ്പോൾ അവനെ പയ്യെ എടുത്തിട്ട് അവൻ നല്ല കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. നമുക്ക് പയ്യെ എടുത്തിട്ട് നമ്മുടെ കുളത്തിലേക്ക് മാറ്റാം ഇവനെ. വളരെ തീരെ ചെറിയ കരിമീനാട്ടോ. അപ്പോൾ ഇവനെ നമുക്ക് തിരിച്ചു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ ഈ കുളമുള്ള കാരണം നമ്മൾ കുളത്തിലേക്ക് വളർത്താമെന്ന് വിചാരിച്ച് പയ്യെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതെ, അവൻ കുളത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള മീനുകൾ നമുക്ക് അലിഗേറ്റർകാരനെ ഫീഡ് ചെയ്യാൻ കൊടുക്കാം. നമുക്കിട്ട് ഇതേ ഒരു വെള്ളത്തിന് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്നെ ചെയ്യണേന്ന് നോക്കാം. അവൻ പയ്യും മനത്ത് നോക്കിയിട്ട് അവൻ്റെ വായിലേക്ക് അകത്താക്കാനുള്ള പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൻ ഫുഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സൈഡിലേക്ക് പയ്യെ ചെരിഞ്ഞിട്ടാണ് അലിഗേറ്റർകാരൊക്കെ ഫുഡ് കൊടുക്കുന്നത്. അവൻ കടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ മീനായിരുന്നു ചിലപ്പോൾ അവൻ വിഴുങ്ങാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അവൻ വിഴുങ്ങിയില്ലെങ്കിൽ നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ മാക്സിമം അതിനെ പയ്യെ നടുവിൽ പിടിച്ചിട്ട് പയ്യെ തലയുടെ ആ ഭാഗത്തുനിന്ന് മുതല വിഴുങ്ങി തുടങ്ങുള്ളൂ. പയ്യെ ചെരിച്ച് കറക്റ്റ് മുതല കേട്ടോ. നമ്മുടെ മുതലക്കുട്ടനാണ് ഇവൻ. അപ്പോൾ ഇവന് പേര് കാര്യങ്ങളൊക്കെ ഇടാൻ ഉള്ളൊരു ഗീവ് അവേ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അവസാനം അവൻ കഷ്ടപ്പെട്ട് അവനെ വിഴുങ്ങാൻ നോക്കുക കേട്ടോ. കുറേ നേരം അവനിങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് തുപ്പിക്കളിയായിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും കൊടുക്കും. അലിഗേറ്റർകാര് നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. അവൻ അടിപൊളിയായിട്ട് വളർന്ന് വലുതായി വരട്ടെ. അവനിപ്പോൾ കൊടുക്കുന്ന ഇപ്പോൾ നമ്മൾ കൊഴു കൊടുക്കും, അതുപോലെ തന്നെ ചെറിയ ചെമ്മീൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ മീനുകളൊക്കെ തിന്നുന്നത്. അപ്പോൾ അതേ അടിപൊളിയായിട്ട് അവൻ ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും തുടർന്ന് അവന് ടാങ്ക് അവൻ വലുതാവുന്നതിനനുസരിച്ച് ടാങ്ക് നമുക്ക് വലുതാക്കണം. അവൻ്റെ ടാങ്ക് പണിയിൽ സെറ്റപ്പൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെയും ചാനലിലൂടെ എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലിസ്റ്റിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.